കേരയിൽ വിട്ട് റാപ്പിഡ് റെയിൽ ട്രെയിനുമായി സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാർ കേരയിലിന് അനുമതി നിഷേധിച്ചതോടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. അതിവേഗ റെയിൽവേക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. അനുമതി തേടി കേന്ദ്രത്തിന് കത്തയക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിലാണ് റെയിൽപാത വരുന്നത്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഈ സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പുതിയ റെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഒരു സാഹചര്യത്തിലാണ് കേരളത്തെ സംബന്ധിച്ച്. മെട്രോമാൻ ഇ ശ്രീധരൻ അതിവേഗ റെയിൽ പാതയ്ക്കുള്ള പ്രോജക്റ്റും സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ തീരുമാനം വരാനിരിക്കുകയാണ്. അത് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന മന്ത്രിസഭ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. തീർത്തും രാഷ്ട്രീയപരമായ ഒരു തീരുമാനമല്ലേ ഇന്ന് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്? വിവാദിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ നാളെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ബഡ്ജറ്റ് അവതരണം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ അതിന് മുന്നോടിയായി ചേർന്ന നിയമസഭ തിരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായി ചേർന്ന ഈ ഒരു മന്ത്രിസഭാ യോഗത്തിലാണ് ഒരു നിർണായക തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കേരയിൽ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ പോയതാണ്. പക്ഷേ പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ അതിന് വിരുദ്ധ വികാരമുണ്ടായ സാഹചര്യമുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിച്ച സാഹചര്യമാണ്. തൊട്ട് പിന്നാലെയാണ് പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പ്ലാൻ ഉണ്ടായിരുന്നുവെങ്കിലും അത് നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യം, സാമ്പത്തികമായി കേരളം കടന്നു പോകുന്ന സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകൾ, ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അത് സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വീകാര്യത, അതിന് പച്ചക്കൊടി കാട്ടിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇനിയും തിരിച്ചടി വരും എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് RRT ലൈനുമായി മുന്നോട്ട് പോകാൻ ഇന്നിപ്പോൾ മന്ത്രിസഭാ തീരുമാനമായിരുന്നത്. ഇത് വേഗപാതയാണത്. വലിയ തരത്തിലുള്ള പ്രതീക്ഷ, അതായത് ട്രെയിൻ യാത്രകൾ അത് കൂടുതൽ സുഗമമാകും എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. അതിൽ 4 ഘട്ടങ്ങളായിരിക്കും പദ്ധതി നടപ്പാക്കുക എന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. 583 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ലൈനിലുള്ളത്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള നിർമ്മാണമായിരിക്കും ആരംഭിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾക്ക് പച്ചക്കൊടി കാണിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു നിലപാട് അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തന്ത്രം വേണം നമുക്ക് പറയാൻ. വീണ, ഇത് രാഷ്ട്രീയപരമായ ഒരു ഗിമ്മിക്ക് മാത്രമല്ലേ? കാരണം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. നാളെ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിൽ ഉണ്ടായ ഒരു ക്ഷീണം മറച്ചു വെക്കാനുള്ള ഒരു നീക്കം മാത്രമല്ലേ? കാരണം ഇതൊന്നും നടപ്പാകില്ല എന്ന് നേരത്തെ തന്നെ കേരയിൽ പദ്ധതി നിരാകരിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിലൂടെ ബോധ്യമായതാണ്. വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട്, മെട്രോ ശ്രീധരൻ ഇടപെട്ടുകൊണ്ട് സംസ്ഥാനത്തിന് വയബിളായ ഒരു പ്രോജക്റ്റ് അത് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ, പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയം മാത്രം വെച്ചുകൊണ്ടല്ലേ വീണ? കൊണ്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് വികസനം നൽകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഗുണം നൽകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് പൊതുജനത്തിനുണ്ട്. ആ ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടികൾ അത് പല തവണയായി CPM ഒപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു പദ്ധതിക്ക് പുറത്തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇനിയും തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ. ഒപ്പം തന്നെ കൃത്യമായൊരു പഠനം നടത്തി ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മെട്രോമാന്റെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് കൂടി സമർപ്പിച്ചിരിക്കുന്നത്. ആ പദ്ധതി കൃത്യമായി പ്രാവർത്തികമാക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്നുള്ള തിരിച്ചറിവുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന എപ്പോഴും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ജനക്ഷേമപരമായിട്ടുള്ള വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാർ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാമ്പത്തിക പ്രശ്നങ്ങളും ഒപ്പം തന്നെ സാമ്പത്തിക ഞെരുക്കവും ഒക്കെ പലപ്പോഴും പദ്ധതികൾ നടപ്പാക്കുന്നതിന് തടസ്സമാകുന്നു എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ മറുഭാഗത്ത് പലതരത്തിലുള്ള വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിപാടികൾ നടത്താറുണ്ട്. എന്തായാലും ഈ നടത്തുന്ന ഇത്തരത്തിലുള്ള, അതായത് ഈ കേരയിൽ വിട്ട് ഈ പദ്ധതിക്ക് പിന്നാലെ പോയില്ലെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളയിലുമായി വന്നു നമുക്കറിയാം, മഞ്ഞക്കുട്ടികൾ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു പദ്ധതിയും മുന്നോട്ട് പോയി. ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും ഒക്കെ വന്ന സാഹചര്യത്തിൽ ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയത്. അതിന് തത്തുല്യമായൊരു പദ്ധതി കൊണ്ടുവരുമെന്ന് സംസ്ഥാന സർക്കാർ
രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവകാശവാദങ്ങൾ ഉന്നയിച്ചു എങ്കിൽ പോലും അത് യാഥാർത്ഥ്യമായില്ല. അപ്പോൾ റെയിൽവേ പദ്ധതി അല്ലെങ്കിൽ റെയിൽവേ മേഖലയ്ക്ക് കേരളത്തിന് പ്രയോജനപ്രദമാകുന്ന എന്ത് പദ്ധതിയാണ് നടപ്പാക്കിയതുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതിയുടെ മറവിൽ തങ്ങൾക്ക് വോട്ട് നേടാമെന്നുള്ള ഒരു ലക്ഷ്യം കൂടി സർക്കാരിന്റെ ഭാഗത്തുണ്ട്. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് കേന്ദ്ര പദ്ധതി നടപ്പാക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഗുണകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ അത് ഏത് തരത്തിലായിരിക്കും എന്ന് കൂടിയാണ് ഇനി കാണേണ്ടത്. നീലിമ. ഓക്കെ വീണ, ഈ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതിയുടെ ചർച്ചാവേളയിൽ നിലപാട് വ്യക്തമാക്കാതെ ഉള്ള നിലപാടാണ് LDF സ്വീകരിച്ചത്. പക്ഷേ പ്രതിപക്ഷം അത് സ്വാഗതം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റേത് മാത്രമായുള്ള ഒരു പ്രോജക്റ്റിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുന്ന സാഹചര്യവുമുണ്ട്. വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.